ക്ലബിന്റെ സ്കൂൾ തല നീന്തൽ മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് അവാർഡ് ദാനവും സമ്മാന വിതരണവും നടത്തി. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 5ാം വാർഡ് മെമ്പർ അലക്സാണ്ടർ എൻസൺ, 6ാം വാർഡ് മെമ്പർ നിഷ അനിൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മറ്റു പ്രമുഖർ പങ്കെടുത്തു. പ്രസിഡന്റ് ശ്രീ രാജീവ് ടി അവർക്കാണ്. അദ്ദേഹത്തെ ആദ്യമായി ആഗ്രഹമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അക്ഷരം തെറ്റാതനുസരിക്കും, ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിന്, ഉണ്മയെ സ്നേഹിക്കും ആശ്രയിക്കും. ഈശ്വര കൈകൂപ്പി നിൽക്കുന്നു നിൻമുന്നിൽ, ഈറനണിഞ്ഞ മിഴി. നമ്മുടെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചെറായി ബീച്ച് സ്വിമ്മിംഗ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കുള്ള ട്രെയിനിങ്ങും അതിനോടനുബന്ധിച്ച് ഉപജില്ലാ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികളെ ആദരിക്കുന്നതും നമ്മുടെ സീനിയേഴ്സ് നീന്തൽ മത്സരങ്ങൾ വിജയിച്ച് അവരെ ആദരിക്കുന്നതുമായുള്ള ചടങ്ങാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ക്ലബിൽ അംഗമായിട്ട് 2 വർഷമായി. അതിനു മുന്നേ തന്നെ ഒരുപാട് പേരുടെ പരിശ്രമഫലമായിട്ട് ഉള്ള ഒരു ക്ലബാണിത്. അപ്പൊ ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് നാളായിട്ട് ഉണ്ട്. ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് നീന്താനും അതിനുള്ള അവസരങ്ങൾ ഈ ക്ലബ് മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തി, നമ്മുടെ പ്രസിഡന്റ് രമണി ചേച്ചിയെയും നമ്മുടെ വാർഡ് മെമ്പർ ഫ്രാൻസൻ ചേർന്നെയും നിഷ അനിൽകുമാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും ഈ നാട്ടുകാരും എല്ലാവരും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇതിൻ്റെ നമ്മുടെ ക്ലബിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ള മറ്റു വ്യക്തികൾ നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നമ്മുടെ അധ്യക്ഷനെ രാജീവിനെ ക്ഷണിച്ചുകൊണ്ട് പരിപാടി തുടങ്ങുകയാണ്. ചെറായി ബീച്ച് സ്വിമ്മിംഗ് ക്ലബ്ബ് നിലവിൽ വന്നിട്ട് ഏകദേശം ഒരു 5 വർഷമായിട്ടുണ്ട്. അതിനുള്ളിൽ ഒരുപാട് പിള്ളേരെ നമ്മൾ നീന്തലൊളിപ്പിക്കുകയും ഒരുപാട് പേരെ ഇതിനു വേണ്ടി ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആദ്യം മുതൽ. പക്ഷെ ആദ്യം മുതൽ ബുദ്ധിമുട്ടിയ ആൾക്കാർ ഇപ്പോൾ ഇല്ല, പുതിയ ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും ഇപ്പോൾ ആയിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് പേര് ഇപ്പോൾ ഒരാള് വിദേശത്ത്, ഒരാള് അങ്ങനെ പല ആൾക്കാരും മാറിയൊക്കെയാണ്. എന്നാലും നമുക്കിത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ ഇനിയും ഇപ്പോൾ ഒരു ശ്രീകാന്തിനെയാണ് ഇപ്പോൾ നീന്തൽ പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. പുള്ളിയുടെ പരിശ്രമ ഫലമായിട്ടാണ് 9 കുട്ടികൾ ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ ഇത്രയും സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയത്. അപ്പൊ ഇനിയും ഒരുപാട് കുട്ടികളെ നമുക്ക് നീന്തൽ പഠിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടതിന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, തുടങ്ങി ചെറായി ബീച്ച് സ്വിമ്മിംഗ് ക്ലബിന്റെ 5 വർഷമായല്ലേ നമുക്ക് തുടങ്ങിയിട്ട്? 5 വർഷത്തോളമായി നമ്മളിവിടെ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുകയും അവർ നല്ല എത്രയും ഉന്നതങ്ങളിൽ എത്തുകയും ചെയ്യാനായിട്ട് ഈ ഒരു ക്ലബിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലബ്ബ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റും നമുക്ക് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് നമ്മൾ ഈ ഇപ്പോൾ അത്തം കഴിഞ്ഞ ഓണത്തിൻ്റെ ഒരു വെയിലും ഒരു കുട്ടികൾ പൂ പറിക്കാൻ പോകുന്ന ഒരു അവസ്ഥയ്ക്ക് ഉള്ളൊരു സമയമാണ്. എന്നിട്ട് പോലും മഴ കാലത്തും വെളുപ്പിനൊക്കെ നല്ല മഴയായിരുന്നു. ഇനിയും നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ
കാലാവസ്ഥ വ്യതിയാനങ്ങളും മാറ്റങ്ങളും എല്ലാം നമ്മുടെ ജനങ്ങളെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് അനുയോജ്യമായ ഒരു പദ്ധതിയാണ് നമ്മുടെ നീന്തൽ എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു അപകടം വരുമ്പോഴും നീന്തൽ അറിയാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ സംസ്ഥാനത്ത് പ്രളയം വന്നപ്പോഴും നീന്തൽ അറിയാവുന്നവർ ഒരുപാട് രക്ഷപ്പെടുകയും നീന്തൽ അറിയാത്തവർ ഇന്നും ബുദ്ധിമുട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ ഒരു വ്യത്യസ്തമായി നമുക്ക് ഈ തലമുറകളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ നീന്തൽ ഒരു പരിപാടി മാത്രമല്ല. നീന്തൽ പഠിച്ചു കഴിയുമ്പോൾ അവരുടെ കായിക ശേഷി വർദ്ധിക്കുകയാണ്. അവരുടെ ആരോഗ്യത്തിന് തന്നെ ഈ കുട്ടികളുടെ ആരോഗ്യം തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നീന്തൽ എന്ന് പറയുമ്പോൾ അവരുടെ ഹെൽത്തി ആയ ഒരു ശരീരം അവർക്ക് ചെയ്യാൻ സാധിക്കും, മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരിക്കൽ കൂടി നമ്മുടെ ഇനി നാളത്തെ ഭാവി തലമുറയാണ് നമ്മൾ മുന്നിലിരിക്കുന്നത്. അവർക്ക് ഈ പരിപാടി നടപ്പിലാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ ഉന്നതങ്ങളിലെത്തി സംസ്ഥാന തലത്തിൽ വരും നിങ്ങൾ എത്തണം. അതിന് മുകളിലേക്കും നിങ്ങൾ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതും നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവരും കൂട്ടായ ശ്രമം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ഓണാശംസയും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പരിപാടി ഔപചാരികമായി. അതുപോലെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് രമണി അജയൻ അവർ, എൻ്റെ തൊട്ട് അടുത്ത വാർഡിലെ മെമ്പറായ നിഷ ചേച്ചി, അതുപോലെ തന്നെ ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന കുട്ടികളെ, അതോടൊപ്പം സീനിയർ മെമ്പറായിട്ടുള്ള പുഷ്പൻ ചേട്ടൻ, അതോടൊപ്പം ഷൈലൻ TS ചീഫ് കോർഡിനേറ്റർ കൂടിയായ ശ്രീകാന്ത്, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, കുട്ടികളെ, അവരവരുടെ കുടുംബാംഗങ്ങളെ, കുറേ നാളുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഒരു സംരംഭമാണ് ഈ ബീച്ച് ക്ലബ്ബ്, ചെറായി ബീച്ച് സ്വിമ്മിംഗ് ക്ലബ്ബ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ നാടിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ചുറ്റിനും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ വൈപ്പിങ്കര അല്ലെങ്കിൽ പള്ളിപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശം. നിരവധി അപകടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ നീന്തൽ പഠിക്കുന്ന ഈ കുളത്തിൽ വരെ ഒരു മരണം ഉണ്ടായിരുന്നു ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ്. പക്ഷെ അത് നീന്തൽ അറിയാം എങ്കിൽ കൂടെയും അത് ഏത് രീതിയിൽ അത് വിനിയോഗിക്കുക, അല്ലെങ്കിൽ അപകട സമയത്ത് എങ്ങനെ അത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനമോ അതിൻ്റെ പരിശീലനമോ ഒന്നും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാറില്ല. അതിനു വേണ്ടിയിട്ട് ആരും മുൻകൈ എടുത്ത് ഇതേവരെ വന്നിട്ടുമില്ല. ഒത്തിരി മേഖലകളിലേക്ക് നീന്തലറിയാവുന്ന കുട്ടികളെ ആവശ്യമായി വരുന്നുണ്ട്, അതായത് യുവാക്കളെ. പക്ഷെ അതിനു വേണ്ടിയിട്ട് സംഭാവന നൽകാനായിട്ട് ഇതുവരെയും ആരും തുനിഞ്ഞിട്ടില്ല. ഇപ്പോൾ നേവൽ ബേസ്, നേവിക്കാരുൾപ്പെടെ, അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ വേണ്ടത് പാടത്ത് കളിക്കുന്നവരല്ല, കടലുമായി അല്ലെങ്കിൽ പുഴയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഏത് രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള യുവാക്കളെ അല്ലെങ്കിൽ കുട്ടികളെയാണ് അവർക്കൊക്കെ ആവശ്യം. പക്ഷെ ഇത് തന്നെ അവരുടെ ജീവിത മേഖലയിലേക്ക് ഏറ്റവും വലിയൊരു വഴിത്തിരിവാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സിവിൽ എഞ്ചിനീയർ പഠിച്ചിട്ട് ഒരിക്കലും ഒരു നേവൽ ബേസിൽ ചെന്നിട്ട് ഒരു ഉദ്യോഗം കിട്ടില്ല. ഒരു കോസ്റ്റൽ പോലീസിൽ സിവിൽ എഞ്ചിനീയർ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ടോ ഒന്നും അവിടെ പോസ്റ്റിംഗ് കിട്ടില്ല. അവിടെ അറിയേണ്ടത് നീന്തലാണ്. അവിടെ അറിയേണ്ടത് കടലുമായോ അല്ലെങ്കിൽ പുഴയുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റിയ പരിശീലനം ലഭിച്ചു. അതിനൊരു മുതൽക്കൂട്ടാണ് ഇന്ന് ചെറായി ബീച്ച് ക്ലബ്ബ്, സ്വിമ്മിംഗ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഈ ഒരു സംരംഭവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഈ കുളം കുറച്ച് നാളായി അതൊന്ന് നവീകരിക്കണം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പ്രദേശത്ത് ഒരു നീന്തൽക്കുളം വേണം എന്നുള്ളത്. പല മേഖലകളിലൊക്കെ അതേപറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നു. പക്ഷെ നമുക്ക് അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പദ്ധതിയിൽ ഇതിന് ഫണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും കൂടി നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് അനുവദിച്ചു കൊടുക്കാനും തുടക്കം ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത പദ്ധതിയിൽ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്.
എന്നാൽ അതൊരു തുടക്കമാണോ? അതിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം അതിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ഫണ്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട്. എന്തായാലും ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകൂടിയായിരിക്കാം നിങ്ങളിത് നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു സംരംഭം അത്യധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ കൂടി ആയപ്പോൾ എൻ്റെ വാർഡിലുള്ളവർ ഒക്കെ പോകാൻ ചെന്ന ഉൾപ്പെടെയുള്ള ഒത്തിരി പേര് ഇതിലുണ്ട്. അപ്പോൾ അത്യധികം സന്തോഷം ഈ ഒരു സംരംഭത്തിനും. അതോടൊപ്പം ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന കുട്ടികൾക്കും പുഷ്പാഞ്ജലിനും ഉൾപ്പെടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അധ്യക്ഷൻ രാജീവേട്ടൻ, അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രമണി ചേച്ചി, 5ാം വാർഡ് മെമ്പർ രാജസൻ, സീനിയർ മെമ്പർ പുഷ്പഞ്ചേട്ടൻ, അതുപോലെ ദേശീയ നീന്തൽതാരമായ ഷൈലൻ, അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, ചെറായി ബീച്ച് സ്വിമ്മിംഗ് ക്ലബ്ബ് ഇപ്പോൾ 2021 നമ്മളിവിടെ ആരംഭിച്ചത്. അതിനോടനുബന്ധിച്ച് ഇവര് ഭാരവാഹികൾ അത് വിട്ടുകളയാതെ പുറകെ നടന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് രാജീവേട്ടനാണെങ്കിലും മറ്റു അതിനോടൊപ്പമുള്ള ആളുകളാണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നതാണ്. രാജീവേട്ടൻ ഡെയിലി പറയാണ്ട് അവനെ വിടന്ന് മടിയായിട്ടാണ് വരാത്തത്. അപ്പൊ കുട്ടികൾക്ക് നല്ലൊരു ഈ ഭാഗത്ത് തന്നെയുള്ള കുട്ടികളാണെങ്കിലും പുറത്തുനിന്ന് ഒരുപാട് പിള്ളേര് വന്ന് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ നീന്തൽ പഠിച്ച്, അതുപോലെ തന്നെ ഉപജില്ലാ തലത്തിലാണ് ഇപ്പൊ ഈ കുട്ടികൾക്ക് ഈ ഇത് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഇവരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. അവര് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ ചെറായി ബീച്ച് സ്വിമ്മിംഗ് ക്ലബ്ബ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇനിയും കുട്ടികളുണ്ടെങ്കിൽ അവർ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് നല്ല രീതിയിൽ നീന്തൽ താരങ്ങളാക്കാനായിട്ട് ഇവർക്ക് എപ്പോഴും ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജീവേട്ടനാണെങ്കിലും മിക്ക ദിവസങ്ങളിലും എന്നെ വിളിക്കാറുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും പരിപാടി എടുത്ത കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞു അവരെ നമുക്ക് ഇവിടെ എത്തിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ നീന്തൽ പഠിപ്പിച്ച് എവിടെയാണെങ്കിലും ഇപ്പൊ ഈ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു വെള്ളപ്പൊക്കോ എന്തെങ്കിലും വന്നാൽ തന്നെ ഇപ്പൊ അവർക്ക് രക്ഷപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഇത് നീന്തൽ അറിയാത്ത ആളുകളെയും കൂടി രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കലാണ്. അപ്പൊ ഈ ക്ലബിന്റെ ഭാരവാഹികളെ വളരെയധികം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അവാർഡ് ഉപജില്ലാ തലത്തിൽ ഇത് അവാർഡ് ലഭിച്ച എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസ. വില മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഒരു ചെറിയ ക്ലാസ് വെക്കുന്നതിന് തന്നെ ദേശീയ നീന്തൽ താരം ചെറായി ബീച്ച് സ്വിമ്മിംഗ് അക്കാദമിയുടെ ഒരു പരിശീലനം കൂടിയായ സാറ് ഇവിടെ ചേർന്നിട്ടുണ്ട്. ശ്രീകാന്ത് സാറിനെ ഈ വേദിയിലേക്ക് ഷൈൻ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം. അവർക്ക് വേണ്ട വേദികൾ കിട്ടുന്നില്ല. സ്പോർട്സിന് മെയിനായിട്ട് നമ്മൾക്കൊരു സ്വിമ്മിംഗ് പൂളിന്റെ കുറവ് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റ് മറ്റ് മെമ്പർമാരെ അവിടെ മുൻകൈ എടുത്ത് നമ്മളിവിടെ ഒരു സ്വിമ്മിംഗ് പൂളിനുള്ള ഒരു പരിപാടി തരും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ചത്. അപ്പൊ അതിനുവേണ്ടി എല്ലാ പ്രയത്നങ്ങളും നടത്തണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. എന്നാലേ നമുക്ക് നമ്മുടെ ഈ നാട്ടിലെ ഈ കായിക താരങ്ങളെ നീന്തലിൽ നിന്ന് കൂടുതൽ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേട്ടോ. അതൊരു ഒന്ന് നിങ്ങളെല്ലാം മെമ്പർമാരെ കുറിച്ച് എന്റെ വേദിയിൽ ഇപ്പൊ ആരുമില്ല എങ്കിലും വേദിയിലുണ്ടായിരുന്ന മഹത് വ്യക്തികളെ, പുറത്തു നിൽക്കുന്ന നമ്മുടെ കായിക പ്രേമികളെ, എന്റെ പ്രിയ കൂട്ടുകാരായ നീന്തൽ താരങ്ങളെ, എന്റെ പേര് ഷൈലൻ. ഞാൻ ആർമിയിലായിരുന്നു, റിട്ടയർഡായിട്ട് ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. 17ാം വയസ്സില് ഇന്ത്യൻ നേവിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പോഴെനിക്ക് ഒരു മാസം എൻ്റെ അതായത് 17 വയസ്സ് കഴിഞ്ഞാലേ നേവിയിൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ കാരണം ഒരു മാസം കുറവായതുകൊണ്ട് എനിക്ക് നേവിയിൽ നിന്ന് അന്ന് കേരള അക്വാറ്റിക് അസോസിയേഷൻ സ്റ്റേറ്റ് മീറ്റിലാണ് എന്നെ അവിടെ സെലക്ഷൻ ചെയ്തത്. ഞാനത് പറയണ കാര്യം നമ്മുടെ ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാര്യം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം മധുരമായിരിക്കും. എല്ലാവരുടെയും സ്വിമ്മിംഗ് പൂളില് 50 മീറ്റർ സ്വിമ്മിംഗ് പൂളിൽ എത്ര
ഇന്റർനാഷണൽ നാഷണല് എത്ര പറ 50 മീറ്ററാണ് സ്വിമ്മിംഗ് പൂളിൽ ലെങ്ത്. പക്ഷെ എന്റെ സ്വിമ്മിംഗ് പൂൾ മാത്രം 1500 മീറ്ററാണ് ലെങ്ത്. അറിയാമോ? അറിയാമോ? അതായത് ഞാൻ പറഞ്ഞുതരാം. കൊട്ടുപള്ളിക്കാട് വള്ളംകളി നടക്കുന്ന പുഴയിലാണ് ഞാൻ നീന്തിയത്. 1.5 കിലോമീറ്റർ നീന്തിയാണ് ഞാൻ വാമ്പ് ചെയ്യുന്നത്. എന്നോടൊപ്പം പലരും പറയുമായിരുന്നു, നീ ഒറ്റക്ക് നീന്തിയാൽ നിനക്ക് എന്തെങ്കിലും പറ്റൂലേ, ഒറ്റക്ക് ഒരിക്കലും നീന്താൻ പാടില്ല. അന്ന് എന്റെ എയിം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് നാഷണൽ മെഡൽ വാങ്ങണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ, ഒരു മെഡൽ നാഷണൽ ലെവലിൽ ഒരു മെഡൽ വാങ്ങുക എന്ന ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ അയ്യോ സാറ് പറയണ്ട്, ശ്രീകാന്ത് സാറ് പറയണ്ട്, അത് നീന്താ ഇത് നീന്താ, അങ്ങനെയല്ല. നമ്മളുടെ മനസ്സിലൊരു എയിം വേണം. എന്തെന്ന്? നമുക്ക് നാഷണൽ മെഡൽ വാങ്ങണം. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? ഞാനിപ്പോ ഇന്ന് 52ാമത്തെ വയസ്സിലോട്ട് കടന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും നാഷണലിൽ പോയിട്ട് ഞങ്ങൾ രാജീവോട് ഞങ്ങൾ കൂടി പോയി മത്സരത്തിൽ പ്രൈസ് വന്നു. എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത്, എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. മാത്രം ഞാൻ അവിടെ പഠിക്കോളം എന്ന് പറഞ്ഞിട്ട് ആ 10 പേർക്ക് അഡ്മിഷൻ കിട്ടി. എന്താ കാര്യം? സ്വിമ്മിങ്. അപ്പൊ സ്വിമ്മിങ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടാൻ കഴിയും. എവിടെ പോയാലും നമ്മുടെ സ്പോർട്സ്മാൻ ആണെങ്കിലും നമ്മൾക്ക് അതിൻ്റെതായ ഒരു മെഡിസിൻ്റെ അഡ്മിഷൻ ആണെങ്കിൽ എഞ്ചിനീയറിംഗിന് എല്ലാത്തിനും സ്പോർട്സ്മാന് പ്രത്യേക കോട്ടയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ തൽക്കാലം ഞാനിപ്പോഴും പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം. ബോഡി ടയേർഡാവും. ഞാനൊക്കെ കട്ടൻ ചായ കുടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾക്ക് ഇതിപ്പോ എന്താണ് വീട്ടിലെന്നുണ്ടെങ്കിൽ പാല് മുട്ട എന്ന് എല്ലാ വീട്ടിലും തരുന്നില്ലേ? ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കട്ടൻ ചായ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ കിട്ടിയ സംശയം. അപ്പൊ അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തു. നിങ്ങളെല്ലാവരും നല്ല സ്റ്റേറ്റ് പ്രൈസ് വാങ്ങണം, നാഷണൽ വരണം, ഇന്റർനാഷണൽ പോകണം. ഫെലിക്സിനെ അറിയില്ല, ഫെലിക്സ് 7 മെഡലാണ്. അവരൊക്കെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്, അല്ലാതെ കാശണ്ടായിട്ടുള്ള ഉള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. പ്രാക്ടീസ് കുറഞ്ഞ സമയത്ത് ശ്രീകാന്ത് സാർ ചിലപ്പോൾ പെടങ്ങും. ഒരു അടിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഞാനൊക്കെ ആണെങ്കിൽ ഇത്തിരി ടൈറ്റിൽ പഠിപ്പിക്കുള്ളൂ. ശ്രീകാന്ത് സാറിന് നിങ്ങൾ ഒന്ന് ശ്രീച്ചൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ സ്വിമ്മിങ്ങിൽ ആ സമയത്ത് നമുക്ക് ഒരു ഇതുമില്ല. സ്വിമ്മിങ് ചെയ്യുമ്പോൾ നിങ്ങൾ 1 മണിക്കൂർ ആ ഡെഡിക്കേഷൻ വേണം. അപ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ